ഹലോ ഫ്രണ്ട്സ്, ബിബിസ് ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈത്തൺ ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ ആദ്യത്തെ വീഡിയോയുമാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇനി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് നമ്മുടെ വെബ് ബ്രൗസർ എടുക്കാം. വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ python.org എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് പൈത്തൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പൈത്തൺ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പൈത്തൺ 3.9 എന്ന വെർഷനാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വിൻഡോസ് 7 അതിൽ താഴെയുള്ളൊരു സിസ്റ്റമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പൈത്തൺ 3.9.0 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പൈത്തൺ 3.9 യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് 10 വിൻഡോസ് 8 ആയിട്ടുള്ള ഒരു സിസ്റ്റം ആവശ്യമേ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വിൻഡോസ് 7 എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 3.9 എന്നും 3.8 എന്നും അതുപോലെ ഇവിടെ കുറേ തരത്തിലുള്ള വെർഷൻസും ഇവർ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ആദ്യമേ വരുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു വിൻഡോസ് 10 32-ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ 3.9 എന്ന ഈ ഓപ്ഷന് താഴെയുള്ള 86 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ എന്ന ഈ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു വിൻഡോസ് 10 64-ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ 3.9 എന്ന ഓപ്ഷന് താഴെയുള്ള 64 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ എന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു വിൻഡോസ് 7 32-ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ പൈത്തൺ 3.8 എന്ന് കൊടുത്തേക്കുന്നതിൻ്റെ താഴെയുള്ള 86 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ എന്ന ഓപ്ഷനും, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു വിൻഡോസ് 7 64-ബിറ്റ് ആണെങ്കിൽ 64 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ എന്ന ഈ ഓപ്ഷനുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതാണ്, പൈത്തൺ 3.8 എന്ന ഈ വെർഷൻ നമുക്ക് വിൻഡോസ് XPയോ അതിന് താഴെയുള്ള സിസ്റ്റമുകളിലോ യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോഴുള്ള ഭൂരിഭാഗം ആൾക്കാരും പൈത്തൺ 3.8 ആണ് യൂസ് ചെയ്യാറ്. പൈത്തൺ 3.8ഉം 3.9ഉം തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. എന്നാലും ലേറ്റസ്റ്റ് വെർഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു വിൻഡോസ് 7 32-ബിറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3.8 എന്നതിൻ്റെ താഴെയുള്ള 86 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ എന്ന ഈ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. സെറ്റപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നമുക്ക് ഒട്ടും പ്രശ്നമുള്ളൊരു കാര്യമല്ല അത്. നമുക്ക് ഡൗൺലോഡായി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ കൊടുത്ത ഇൻഫർമേഷനൊക്കെ തന്നെ വെച്ച് പൈത്തൺ 3.8.6 32-ബിറ്റാണുള്ള സെറ്റപ്പാണ് ഇവർ തന്നിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റാൾ നൗ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളിങ് പ്രോസസ്സ് ഉണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ സെറ്റപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിവിടെ ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പൈത്തൺ എടുക്കണമെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സെർച്ച് ബാറിൽ ചെന്ന് പൈത്തൺ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫയലുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന IDLE എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ആപ്പ്. ബാക്കിയുള്ളത് പൈത്തൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ബാക്കി വന്നിരിക്കുന്ന ഫയലുകൾ ഈ ആപ്പിലൂടെയാണ് നമ്മൾ റൺ ചെയ്യുന്നത്. നമുക്ക് കാണാം ഇതാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പൈത്തൺ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് മോഡ് എന്ന് വിളിക്കുക. ഈ മോഡിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നമ്മുടെ കോഡ് എഴുതാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു കോഡ് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് റൺ ചെയ്യണം. അതായത് റൺ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്കിത് റൺ ചെയ്തിട്ട് ഔട്ട്പുട്ട് തരും. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിവിടെ ഫയലിൽ പോയി സേവ് എന്ന ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലുള്ള Ctrl+S എന്ന ഓപ്ഷനും കൊടുക്കാം. ഞാനിവിടെ സേവ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിരിക്കുന്നു. അപ്പോൾ ഞാനിത് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റൺ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ റൺ മോഡ്യൂൾ എന്ന് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കീബോർഡിൽ F5 എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ആവുന്നതാണ്. നമുക്കത് റൺ കൊടുക്കാം. അപ്പോൾ
ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട. നമ്മളിവിടെ കൊടുത്ത ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ഇവരിവിടെ തന്നിരിക്കുന്നു. എളുപ്പമാണ് ഇത് വർക്ക് ചെയ്യാൻ. നമ്മളിത് ഫുള്ള് പഠിക്കുന്നതായിരിക്കും ഈ കോഡൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിവിടെ പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഫയൽ സേവ് ചെയ്തു, എന്നിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു തവണയും കൂടെ ഇവിടെ കോഡ് അടിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഞാനിവിടെ ഒരു തവണയും കൂടെ കോഡ് അടിച്ചു. ഇനി ഇത് റൺ ചെയ്താന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കും സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് ഓക്കെ ടു സേവ്. അതായത് നമ്മൾ ഓരോ തവണയും ഈ കോഡിന് ഒരു മാറ്റം വരുത്തുമ്പോൾ നമ്മളത് സേവ് ചെയ്യണം. സേവ് ചെയ്യാതെ റൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഞാനിത് സേവ് ചെയ്യുന്നു. Ctrl+S കൊടുത്ത് ഞാൻ സേവ് ചെയ്തു. F5 കൊടുത്ത് ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കൊടുത്ത ഹലോ വേൾഡും ഇവിടെ കൊടുത്ത ഹായും ഇവിടെ പ്രിൻ്റായി കാണിച്ചിരിക്കുന്നു. ഞാൻ ഇനി ഒന്നുകൂടി ഇവിടെ മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇവിടെ സേവ് ചെയ്യണം. ആ സേവ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇവിടെ വന്ന് ഞാൻ ഒന്നുകൂടെ സേവ് ചെയ്യുന്നു, എന്നിട്ടാണ് റൺ ചെയ്യുന്നത്. റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹലോ വേൾഡ്, ഹായ്, ഹലോ നമ്മളിവിടെ കൊടുത്ത 3 സാധനങ്ങളും ഇവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും അത് സേവ് ചെയ്തിട്ട് വേണം റൺ ചെയ്യാൻ. ഇനി ഇവിടെ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വെറുതെ ഈസി ആയിട്ട് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഇവിടെ ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ താഴെ റണ്ണായി കാണിക്കുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ക്രിപ്റ്റ് മോഡിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് സേവിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ഇതിനെ ഇൻ്റർപ്രറ്റർ എന്നാണ് പറയുന്നത്. ഇൻ്റർപ്രറ്ററിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സേവ് ചെയ്യാതെ തന്നെ പ്രോഗ്രാം റൺ ആക്കാവുന്നതാണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്കത് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇൻ്റർപ്രറ്റർ ഒരു സൈഡിലും സ്ക്രിപ്റ്റ് മോഡ് ഒരു സൈഡിലും ഇൻ്റർപ്രറ്റർ ഒരു സൈഡിലും വെച്ചാണ് ഞാൻ എപ്പോഴും റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാമും വരുന്ന ഔട്ട്പുട്ട് നമുക്ക് ഒരേ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വീഡിയോസ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇത് നമുക്ക് ഇങ്ങനൊരു ഇൻസ്റ്റാളേഷൻ നമുക്ക് കമ്പ്യൂട്ടറുകളിലോ PC-കളിലോ മാത്രമാണ് സാധിക്കുകയുള്ളൂ. നിങ്ങൾ മൊബൈലിൽ കൂടിയാണ് കോഡിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് Pydroid എന്ന ആപ്പ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റാളേഷൻ്റെ ലിങ്കുകൾ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ ഞങ്ങൾ പൈത്തൺ ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റ് വീഡിയോകൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.